ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇത് രംല ഹോട്ടൽ എന്ന് പറഞ്ഞ കായംകുളത്തെ മുക്കവലയിലുള്ള ഒരു ചെറിയൊരു പൊറോട്ട കടയാണേ. നമ്മൾ ഈവനിങ് ഒക്കെ ആയപ്പോൾ ചായ കുടിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ കായംകുളത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. അപ്പം നമ്മൾ അവിടെ കാർ പാർക്കിംഗ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ അവിടെ ഈ ഒരു കട കണ്ടത്. അപ്പം നമ്മുടെ ടീമിലുള്ള ആരോ പറഞ്ഞു ഇവിടെ നല്ല പൊറോട്ടയും ബീഫും കിട്ടുമെന്ന്. അങ്ങനെ നമ്മൾ കയറിയതാണേ. ഇവിടെ എന്തൊക്കെ ഐറ്റം ഉണ്ടെന്ന് ആ ചേട്ടനോട് തന്നെ നമ്മൾ ചോദിച്ചറിയാവേ. ഇത് ഗ്രേവിയാണോ? ഇതെന്തുവാ? ഇതാണ് ചിക്കൻ പുൽക്കർണി. ഇത് വേറെ ഒരു കോഴിയെ നാലായിട്ട് പീസ് ചെയ്ത് കറിയിച്ചു കൊടുക്കുന്നത്. ഇത് ബാക്കി അവിടെ മസാല ഇപ്പാണ് മസാലയുടെ ആള്. തിരൂര്. ഇതിന്റെ പേരെന്തുവാ? അത് ഞങ്ങൾ ചിക്കന്റെ മുതുകാലെന്നും ചിക്കൻ ഫ്രൈ എന്നൊക്കെ പറയും. ഇങ്ങനെ ലിവറുണ്ട്. പത്ത് വട്ടാന്നടാ. നമ്മളിവിടെ പൊറോട്ടയും പിന്നെ ഈ ഒരു ബീഫാണ് കഴിച്ചത്. ബീഫിൻ്റെയൊക്കെ ആ ഒരു കൂട്ടെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കൂട്ടായിരുന്നു. അതുപോലെ ഇത് കണ്ടോ, ഇതാണ് അത് സ്പെഷ്യൽ ഐറ്റം ചിക്കൻ ഗുല്ല്. നമ്മൾ ചോദിച്ചപ്പം പറഞ്ഞത് ആമസോൺ കാർട്ടിലെ ചിക്കനും രാജസ്ഥാനി മസാല ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണെന്ന് നമുക്ക് മനസ്സിലായി. നമ്മളവിടെ ബീഫും അതുപോലെ തന്നെ പൊറോട്ടയും ഇതായിരുന്നു ഓർഡർ ചെയ്തത്. അപ്പം ഈ ചിക്കൻ ഗുല്ല് എന്താണെന്ന് അറിയാൻ നമ്മൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചപ്പോഴാണ് ആ ചേട്ടന് നമുക്ക് രണ്ട് പ്ലേറ്റ് ചിക്കൻ ഗുല്ല് ആ ഒരു ചിക്കൻ്റെ ഐറ്റം കൂടെ കൊണ്ടു തന്നു. പക്ഷേ പുള്ളിക്കാരൻ അതിൻ്റെ പൈസ ഒന്നും വാങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. നമുക്കത് ഫ്രീ ആയിട്ടാണ് തന്നത്, 2 പ്ലേറ്റ് തന്നത്. ജസ്റ്റ് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ തന്നത്. നമ്മളങ്ങനെ അവിടെ നിന്ന് പാർസലൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങിയപ്പോഴാണ് കണ്ടത് പുറത്തൊരു പൊറോട്ട ചേട്ടൻ നിന്ന് പൊറോട്ട അടിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ വീഡിയോ എടുക്കാമല്ലോ എന്ന് ഓർത്ത് ഞാൻ അങ്ങോട്ട് ചെന്ന് വീഡിയോ എടുത്തതാണ്. പക്ഷേ പുള്ളിക്കാരൻ അത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. കാരണം പുള്ളിക്കാരന് ക്യാമറയ്ക്ക് ഫേസ് തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ ചേട്ടന് ക്യാമറയിൽ ഫേസ് തരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ പിന്നെ ഹോട്ടലിൻ്റെ പേര് ഒന്നുകൂടെ എടുക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അവിടുത്തെ വീഡിയോ ഒന്നുകൂടെ എടുത്തു. ഇവിടെ അവർ സെയിൽ ചെയ്യുന്നത് അച്ഛനും 2 മക്കളുമാണ്. അതുപോലെ തന്നെ അവിടെ ഉണ്ടാക്കുന്ന എല്ലാ ഐറ്റംസിൻ്റെയും കൂട്ടെല്ലാം റെഡിയാക്കുന്നത് അദ്ദേഹത്തിൻ്റെ വൈഫാണെന്നാണ് പറഞ്ഞത് നമ്മളോട്. അപ്പം സ്ഥലം മറക്കരുത്, കായംകുളം മുക്കവല. ഇവിടെ രംല ഹോട്ടൽ എന്നാണ് ഹോട്ടലിൻ്റെ പേര്. അപ്പം നല്ല കിടിലം ഐറ്റംസാണ് എല്ലാം. ഇതാണ് എല്ലാത്തിൻ്റെയും റേറ്റ്. അപ്പോൾ വിസിറ്റ് ചെയ്യേണ്ടവർ വിസിറ്റ് ചെയ്യാമെന്നല്ല, എല്ലാവരും മസ്റ്റായിട്ട് തന്നെ വിസിറ്റ് ചെയ്യണം, മസ്റ്റായിട്ട് തന്നെ ട്രൈ ചെയ്യണം. കാരണം നമുക്കിത് കഴിക്കുമ്പോൾ ഒട്ടും ഹെവി ആയിട്ട് തോന്നത്തില്ല. കാരണം ആ ഒരു ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഒക്കെയാണ് അവർ നമുക്ക് സപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഡിസ്കൗണ്ട് വേണമെങ്കിൽ ഡിസ്കൗണ്ടും തരുന്നതായിരിക്കും. ഓക്കെ, യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് നമ്മളിവിടെ വിസിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ പുള്ളിക്കാരൻ ഉറപ്പായിട്ടും ഡിസ്കൗണ്ട് തരാതിരിക്കത്തില്ല. അപ്പം കായംകുളത്ത് അടുത്തുള്ളവരാണെങ്കിലും ദൂരെയുള്ളവരാണെങ്കിലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്ത് ഈ ഐറ്റംസ് എല്ലാം ട്രൈ ചെയ്യുക. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.